എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കേരളം ഭരണ സംവിധാനത്തിൽ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ദുരന്ത നിവാരണ അതോറിറ്റി. നമ്മുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അതുപോലെ ജില്ലാ തലത്തിലും എന്തുണ്ട്, ദുരന്ത നിവാരണ അതോറിറ്റികളുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്നും നമ്മുടെ PSC എക്സാമിൽ എന്നും ഒരു മാർക്ക് നേടിത്തരുന്ന ഒരു ടോപ്പിക്കാണ് ദുരന്ത നിവാരണ അതോറിറ്റി. തണ്ണീർത്തട സംരക്ഷണം, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, അതുപോലെ ഇതിനൊക്കെ എന്തായിരിക്കണം, കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കണം. നമ്മുടെ സംസ്ഥാന സിവിൽ സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഭരണഘടനാ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞു, വിവിധ കമ്മീഷനുകൾ കഴിഞ്ഞു. ഓക്കെ, ഇനി സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ എടുത്തു തരാം നമുക്ക്. ഓക്കെ, പ്രിവിലേജ് ഏതിനാണോ കൂടുതൽ മാർക്ക് വരുന്നത് നമുക്ക് ആദ്യം തീർക്കാം. കാരണം യൂണിവേഴ്സിറ്റി എൽജിഎസിന് അപ്പൊ തണ്ണീർത്തട സംരക്ഷണമൊക്കെ നമുക്ക് വരാം അല്ലേ. കേരളം ഭരണ സംവിധാനമാണ്, നമുക്ക് LGS ലെവലിൽ സിലബസിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചോദ്യങ്ങൾ വിവിധ കമ്മീഷനുകളൊക്കെ വരില്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇനിയിപ്പോ February 7th നടക്കണല്ലോ അല്ലെ, യൂണിവേഴ്സിറ്റി LGS നടക്കുന്നുണ്ട്. ഇനിയിപ്പോ ഗാദി ബോർഡ് LD ഇതൊക്കെ വരികയാണല്ലേ. അപ്പം മുൻതൂക്കം നമ്മൾ എന്ത് ചെയ്യാം, പ്രിവിലേജ് മാർക്കിന് ഏതിനാണോ അതിന് കൂടുതൽ നമുക്ക് കൊടുക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ്, ദുരന്ത നിവാരണ അതോറിറ്റി. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്കായിട്ട് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെ ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. 2023 LGS നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തു വരുന്നത്. ഇനി നമ്മൾ LD നിലവാരത്തിൽ കഴിഞ്ഞിട്ട് +2 ലെവൽ കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി ലെവൽ. ഓക്കെ, പിന്നെ വീണ്ടും ബാക്കോട്ട് വരുന്നു. 2022 അതേപോലെ ഓർഡറിൽ ചെയ്യുന്നു, വീണ്ടും 2021 അതേപോലെ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കേട്ടോ. ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ദുരന്ത നിവാരണ അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എത്ര തരമാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 5 തരത്തിലുള്ള ദുരന്തങ്ങളാണ് നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിൽ ഒന്ന് ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് ദുരന്തങ്ങൾ നടക്കാറുണ്ട്, ഭൗമഘടനയുമായിട്ടുണ്ട്, രാസവ്യാവസായിക ആണവ ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അപകട ദുരന്തങ്ങൾ നടക്കാറുണ്ട്, ജൈവ അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടും. ഇങ്ങനെ 5 രീതിയിലാണ് നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്ന ദുരന്തങ്ങൾ. അതിൽ ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ദുരന്തങ്ങൾ അതിൽ ഏതൊക്കെ വരും, ജലവും കാലാവസ്ഥയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം വെള്ളപ്പൊക്കം അല്ലേ, വെള്ളപ്പൊക്കം വരും. അത് ജലമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ, വെള്ളപ്പൊക്കം. പിന്നെയോ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊടുങ്കാറ്റുകൾ വീശാറുണ്ട് അല്ലേ, കൊടുങ്കാറ്റുകൾ വീശാറുണ്ട്. പിന്നെ ചുഴലിക്കാറ്റ്, പിന്നെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട വരൾച്ച, പിന്നെ ഇടിമിന്നൽ, ഓക്കെ, ഇടിമിന്നല്, പിന്നെ ഹിമപാതങ്ങൾ അല്ലെ, ഹിമപാതം, ഇതൊക്കെ എന്താണ്, ജലവും കാലാവസ്ഥയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ഭൗമഘടനയുമായിട്ട്, പിന്നെ നമുക്ക് ഇനി ഇതിൽ പഠിക്കാനുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകും, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഉഷ്ണക്കാറ്റുകള്, ശീതക്കാറ്റുകള്, കടലാക്രമണം അല്ലെ, പിന്നെ മേഘപാതങ്ങള്, പേമാരി, ഇതൊക്കെ എന്താണ്, ജലവും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ദുരന്തങ്ങളാണ്. ഭൂമിയുടെ ഘടനയുമായിട്ട് നോക്കുമ്പോൾ എന്താകും, നമുക്കത് വാക്കിൽ നിന്ന് തന്നെ കിട്ടും, അതിപ്പോ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഭൗമഘടനയുമായിട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ. പിന്നെയോ സുനാമികള്, ഉരുൾപൊട്ടല്, മണ്ണിടിച്ചില്, അഗ്നിപർവ്വത സ്ഫോടനം, ഇതൊക്കെ എന്താണ്, ഭൗമഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി രാസവ്യാവസായികമാകുമ്പോൾ എന്താ പറയും, അത് നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ കഴിയില്ലേ. എന്തൊക്കെയാണ് രാസവ്യാവസായിക ആണവ ദുരന്തങ്ങളും അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള അപകട ദുരന്തങ്ങൾ, ഇതിലൊക്കെ എന്തൊക്കെ വരാറുണ്ട്, കെട്ടിടങ്ങളുടെ തകർച്ച അല്ലെ, കെട്ടിടങ്ങൾക്ക്, വലിയ കെട്ടിടങ്ങളൊക്കെ തകർന്നു വീണു എന്ന് കേൾക്കാറുണ്ട് നമ്മള്. പിന്നെ തീപിടുത്തം, അവിടെ തീപിടിച്ചു ഇവിടെ തീപിടിച്ചു അല്ലെ, അങ്ങനെ കേൾക്കാറുണ്ട്. പിന്നെ സ്ഫോടനങ്ങള്, പിന്നെ എയറിലും റോഡിലും റെയിലിലും ഒക്കെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഉണ്ടാകും അല്ലെ, ട്രെയിൻ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്, റോഡിൽ നമ്മൾ ദിവസേന ഓരോ ദുരന്തങ്ങൾ കേൾക്കാറുണ്ട്, ബോട്ട് അപകടങ്ങൾ ഉണ്ട്, പിന്നെ ഓയിൽ ചോർച്ച, ഇതൊക്കെ എന്താണ്, രാസവ്യാവസായിക ആണവ ദുരന്തങ്ങളിലും ചെറുതു വലുതുമായിട്ടുള്ള അപകട ദുരന്തങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ജൈവാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ എന്താക്കിയാവും, ജൈവ അവസ്ഥയുമായിട്ട് ഒരുപാട് പകർച്ചവ്യാധികൾ അല്ലേ, നമുക്ക് ഇപ്പോൾ ഉദാഹരണം നമുക്ക് കൊറോണ വൈറസ് തന്നെ എടുക്കാം. പിന്നെ പകർച്ചവ്യാധികള്, ഭക്ഷ്യവിഷബാധയേറ്റ് അല്ലെ, പല സ്കൂളുകളിലും പല അവിടെയൊക്കെ നമ്മൾ സംഭവിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെയോ വളർത്തു മൃഗങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന കുറെ പകർച്ചവ്യാധികളുണ്ട്. പിന്നെ ഒരു കൃഷിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കീടങ്ങളുടെ ആക്രമണം കൊണ്ട് കൃഷി നശിച്ചു പോയി എന്നുള്ളതും എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ 5 തരത്തിലാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് മനസ്സിലാക്കാനുള്ളത്.
ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അടിസ്ഥാനമായിട്ട് പഠിക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള എല്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാം. ഒരു പെയ്ഡ് ക്ലാസ്സിൽ കിട്ടുന്ന നോട്ടിന്റെ അതേ മൂല്യം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുന്നിൽ എന്ന് പറയാം നമ്മുടെ ക്ലാസ്സുകൾ. അത് നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുത്തവരുടെ നോട്ടും ഈ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ നോക്കിക്കോളൂ. എന്തെങ്കിലും പോയിന്റിൽ വല്ല എന്തെങ്കിലും വ്യത്യാസമുണ്ടോന്നോ അല്ലെങ്കിൽ പോയിന്റുകളൊക്കെ ഇതിൽ കുറവാണെന്നോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് നമ്മുടെ കേരളമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം ഒക്ടോബർ 13. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ സിലബസ് മാറിയതിനു ശേഷം തന്നെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എന്ന് ഈ ദേശീയ ദുരന്ത നിവാരണ നിയമം വർഷം ഇങ്ങനെ മറക്കും. ഓക്കെ, 2005 കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് 1900 ആവും, അല്ലെങ്കിൽ 2006 ആകും, 2008 ആകും, എത്ര പഠിച്ചിട്ട് ഓർമ്മയില്ല. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്തു? നമ്മുടെ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ടോപ്പിക് എന്തായിരിക്കും? എപ്പോഴും നമ്മളൊരു വിവരാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് നമ്മൾ ഒരു ടോപ്പിക് പഠിക്കുകയാണെങ്കിൽ ആദ്യം പഠിച്ചു പോകില്ലേ? അപ്പോൾ 2005 അത് നമുക്ക് ഉറക്കത്തിൽ പോലും ചോദിച്ചറിയില്ലേ? അപ്പോൾ അത് കണക്ട് ചെയ്യണം കേട്ടോ. വർഷങ്ങൾ പെട്ടെന്ന് മറക്കുന്നവർ എന്ത് ചെയ്യാം? വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന അതേ വർഷം തന്നെയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമവും നിലവിൽ വന്നത് എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഓർമ്മ വരും. ഇനി രാജ്യസഭ എപ്പോൾ പാസ്സാക്കി? 2005 നവംബർ 28 പാസ്സാക്കി. ലോകസഭ 2005 ഡിസംബർ 12 പാസ്സാക്കി. നിലവിൽ വന്നത് 2005. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കൂടുതൽ ഇമ്പോർട്ടന്റ് ഇതിന് കൊടുക്കുക. 2005 ഡിസംബർ മാസം 23 ഓർക്കുക. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന അതേ വർഷം നിലവിൽ വന്നു. ക്രിസ്മസിന്റെ 2 ദിവസം മുമ്പാണ് എന്ന് ആലോചിക്കുക കേട്ടോ. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 അതേ വർഷം തന്നെ ദേശീയ ദുരന്ത നിവാരണ നിയമവും നിലവിൽ വന്നു. ക്രിസ്മസിന്റെ 2 ദിവസം മുമ്പ്. ക്രിസ്മസ് ഒക്കെ പറയുമ്പോൾ ഡിസംബർ 25 വരിക. ഓക്കെ, അപ്പൊ ഡിസംബർ 23 അതും മനസ്സിലാക്കാം. ഇനി ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികളാണുള്ളത് അല്ലെ. ദേശീയ തലത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന തലത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. 3 ഈ 3 കുറിച്ച് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ദുരന്തം നമ്മൾ പഠിച്ചു? ഇപ്പൊ എത്ര നേരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന തലം, അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോയില്ലേ? എന്തിനാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റികളൊക്കെ സ്ഥാപിക്കുന്നത്? നമുക്ക് ആ വാക്കിൽ നിന്ന് എടുക്കാൻ കഴിയില്ല, ദുരന്തം അല്ലെ. അതായത് ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫലപ്രദമായിട്ട് കൈകാര്യങ്ങളൊക്കെ അത് ചെയ്ത് അത് ലഘൂകരിക്കാനും പിന്നെയോ ദുരന്തങ്ങളാൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ സഹായം എത്തിക്കുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ, അതായത് ഈ ഒരു നിയമം തന്നെ 2005 കൊണ്ടുവന്നത്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലേ. ഇനി അതില് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. ഒരു പോയിന്റ് ഞാൻ ഇവിടെ സ്ലൈഡിൽ കൊടുക്കാൻ വിട്ടിട്ടുണ്ട്. നോട്ട് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടന്റ്. എന്ത് പഠിക്കണം? അതായത് ഈ നിയമം ഇത് ഈ 3 അതോറിറ്റികളും ഈ 3 അതോറിറ്റികളും എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കുക. ഒരു സ്വയംഭരണ അധികാരം ഇല്ലാത്ത, സ്വയംഭരണ അധികാരം ഇല്ലാത്താണ് കേട്ടോ. ഉള്ളതല്ല. ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചോദിക്കുമ്പോൾ അവിടെ ഉണ്ട് എന്ന് ചോദിക്കും. ഓക്കെ, സ്വയംഭരണ അധികാരം ഇല്ലാത്ത ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ്. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു ദുരന്ത നിവാരണ അതോറിറ്റി പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പോയിന്റുകളായിരിക്കും സ്റ്റേറ്റ്മെന്റ് ലെവൽ വരുമ്പോൾ അതിന്റെ ഇടയിൽ കിടക്കുക. ഓക്കെ, അതിലായിരിക്കും നമ്മൾ ഓപ്ഷൻ കിടന്നിട്ട് എലിമിനേഷൻ ചെയ്യാനും പറ്റില്ല. ഇതാണോ അല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇപ്പൊ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഒരു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ അതോറിറ്റി എന്നൊരു ക്ലാസ് വരുമ്പോൾ അവിടെ എന്തായാലും നിലവിൽ വന്ന വർഷം എവിടെയെന്ന് എന്തായാലും ചോദ്യം വരും. 2005. പിന്നെ എന്ത് പറഞ്ഞു? മാസവും ഡേറ്റും ക്രിസ്മസിന്റെ 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞു അല്ലെ. ഡിസംബർ 23 അത് പഠിച്ചു വെക്കുക. സ്വയംഭരണ അധികാരമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ്. അത് പഠിച്ചല്ലോ. ത്രിതല ദുരന്ത നിവാരണ അതോറിറ്റികളുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ത്രിതലം എങ്ങനെയാണ്? ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുണ്ട്. അത് പഠിച്ചല്ലോ. പിന്നെ ആദ്യം വന്ന സംസ്ഥാനം എവിടെയാണ്? നമ്മുടെ കേരളമാണ്. ഇതൊക്കെ പിന്നെ നമ്മൾ നേരത്തെ ഇതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോയി അല്ലേ. നമുക്കിനി ഓരോ ദുരന്ത നിവാരണ അതോറിറ്റികളെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി
പഠിക്കാം. എന്തായിരിക്കും ദേശീയ തലത്തിലാകുമ്പോൾ? ഇന്ത്യയിലെ ആയിരിക്കും അല്ലേ? ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റി ദേശീയമാകുമ്പോൾ അവർക്കാണല്ലോ പറയുന്നത്. അതിന്റെ തൊട്ട് താഴെയായിരിക്കും സംസ്ഥാനം വരെ, അതിന്റെ തൊട്ട് താഴെയായിരിക്കും ജില്ല വരെ അല്ലെ. ഉയർന്ന ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിനുള്ള ഏറ്റവും ഉയർന്ന അതോറിറ്റിയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. 2005 ഡിസംബർ 23 എന്ത് ചെയ്തു? ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നു പറഞ്ഞു അല്ലെ. ആ 2005 ഡിസംബർ 23 നിലവിൽ വന്ന ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം സെക്ഷൻ 3-1 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. 2005 ഡിസംബർ 23 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 3-1 പ്രകാരമാണ് ഏത് വന്നത്? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ചെയർമാനും 10 അംഗങ്ങളുമാണ് ഇതിലുള്ളത്. ചെയർമാനും 10 അംഗങ്ങളുമാണ്. നോക്കിയേ, നമ്മളെ വിവരാവകാശ കമ്മീഷൻ പഠിക്കുന്ന സമയത്തും അവിടെ 10ൽ കുറയാത്ത അംഗങ്ങൾ എന്നല്ലേ പഠിക്കുക. നമ്മൾ ഇതിൽ വർഷം ഇത് തന്നെ ഇട്ടു. വിവരാവകാശ നിയമത്തിലെ വർഷം തന്നെയല്ലേ ഇതിലും കണക്ട് ചെയ്തത്. അപ്പോൾ വിവരാവകാശ നിയമത്തിലെ അംഗങ്ങൾ തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിലും. അപ്പൊ രണ്ടും കണക്ട് ആയില്ലേ? നമുക്ക് 2 ആൻസറും കിട്ടില്ലേ? ഇനി നമുക്ക് റിവിഷനും കൂടി വേണോ? വേണ്ട അല്ലെ. ചെയർമാനും 10 അംഗങ്ങളുമാണ്. ചെയർമാൻ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിരിക്കും. എത്രയാണ് ഇവരുടെ കാലാവധി? അതായത് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് 2 വർഷം ഭരണസഭ മന്ത്രിസഭ ഉണ്ടാവുകയുള്ളൂ അല്ലെ. അപ്പൊ വേറെ ആരായിരിക്കും? പ്രധാനമന്ത്രി ആയിട്ട് വേറെ ആള് വരും. അപ്പൊ അവിടെ പ്രധാനമന്ത്രിക്ക് കണക്കില്ല. പക്ഷെ ഈ 10 അംഗങ്ങളില് ആ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഈ 5 വർഷം 10 അംഗങ്ങൾ അല്ലേ. ഈ 10 അംഗങ്ങളിൽ ഒരാൾ ആരായിരിക്കും? വൈസ് ചെയർമാൻ ആയിരിക്കും. ആരാണ്? വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും. വാർഷിക റിപ്പോർട്ട് ആർക്കാ സമർപ്പിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റിനാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇതൊക്കെ പഠിച്ചല്ലോ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? 2005 ഡിസംബർ 23 ഞാൻ റിപ്പീറ്റ് ചെയ്ത്, നിങ്ങൾക്ക് നല്ല ഡെഡിക്കേഷൻ ഉള്ള കുട്ടികളാണ്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കണം. കാരണം നമുക്കൊപ്പം പഠിച്ചു പോണ്ടേ. നിങ്ങൾക്ക് നല്ല തറവാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. 2005 ഡിസംബർ 23 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 3-1 പ്രകാരമാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ചെയർമാനും 10 അംഗങ്ങളുമാണ്. ചെയർമാൻ പ്രധാനമന്ത്രിയായിരിക്കും. 10 അംഗങ്ങളിൽ ഒരാൾ വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും. ആ 10 അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. പഠിച്ചല്ലോ. ഇനി നമുക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പഠിക്കാം. 2005 ഡിസംബർ 23 നിലവിൽ വന്ന ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 3 സെക്ഷൻ 3-1 കേട്ടോ. 3 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്. ഇനി സുരക്ഷായാനം ചോദിച്ചതാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുരക്ഷായാനം എന്നതാണ് മുദ്രാവാക്യം. സുരക്ഷായാനത്തിന്റെ ഇംഗ്ലീഷിൽ എന്ത് വരും? ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. ടുവാർഡ്സ് ചിലപ്പോൾ അതും തരാം. PSC അല്ലേ. ടുവാർഡ്സ് എ സേഫർ നമ്മുടെ സ്റ്റേറ്റ് അല്ലേ. സ്റ്റേറ്റ്. ഓക്കെ. തിരുവനന്തപുരത്താണ് ആസ്ഥാനം. ഇതും തലസ്ഥാന നഗരം അല്ലേ. ന്യൂഡൽഹി, ഇവിടെ തിരുവനന്തപുരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2007 മെയ് 4 ഏത് വന്നത്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2007 മെയ് 4 നിലവിൽ വന്നത്. നിലവിലെ ഘടന, അതായത് 2007 നിലവിൽ വന്നു. പക്ഷെ അതിലെന്ത് ചെയ്തു? 2007 നിലവിൽ വന്നെങ്കിലും 10 അംഗങ്ങളും ചെയർമാൻ മുഖ്യമന്ത്രിയുമൊക്കെ ആയിട്ട് ആ ഒരു ഘടന തന്നെ നിലവിൽ വന്നത് 2013 കേട്ടോ. 2013 ഇന്ന് കാണുന്ന കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടന നിലവിൽ വന്നത് എപ്പോ എന്ന് ചോദിച്ചാൽ 2013 ജൂലൈ 17. ഇമ്പോർട്ടന്റ് ഇതാണ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. നിലവിൽ വന്ന വർഷം 2007 മെയ് 4 അതേപോലെ തന്നെയാണ് 10 അംഗങ്ങളും. ചെയർമാൻ ആരായിരിക്കും? നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും. ആ 10 അംഗങ്ങളിൽ ഒരാൾ ആരാണ്? വൈസ് ചെയർമാൻ ആണ് അല്ലേ. അദ്ദേഹം ആരായിരിക്കും? അത് റവന്യൂ മന്ത്രി ആയിരിക്കും. അത് ചോദിച്ചത് ക്വസ്റ്റ്യൻ ആണ്. ഇത് പ്രീവിയസ് ആണ്. ഓക്കെ. വൈസ് ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? റവന്യൂ മന്ത്രി. അതിനെ ഒരു കോഡ് മനസ്സിലാക്കിയാൽ മതി. റവന്യൂ മന്ത്രി. ഈ ദുരന്ത നിവാരണങ്ങൾ നടക്കുമ്പോഴേ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. പിന്നീട് സർക്കാർ ഒരുപാട് പൈസ ഇറക്കിയിട്ട് വേണം എന്ത് ചെയ്യണമെങ്കിൽ
പൈസ ഇറക്കണ്ടേ? പൈസ ഇറക്കിയാലേ വീണ്ടും പഴയ പോലെ ഒക്കെ ഇതിലെ വീടുകൾ പോയവർക്കൊക്കെ വീട് കെട്ടി കൊടുക്കാം. ഇതിനൊക്കെ പൈസ ഇറക്കണ്ടേ? അപ്പൊ ചെയർമാനായിട്ട് ആരായിരിക്കും? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ, റവന്യൂ കൈകാര്യം ചെയ്യുന്നത്. ഇനി സിഇഒ ആരാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സിഇഒ ആരാണ്? ചീഫ് സെക്രട്ടറി ആണ്. നമ്മുടെ സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആയിരിക്കും സിഇഒ. കാലാവധി 3 വർഷമാണ് കേട്ടോ. അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 3 വർഷമാണ്. ഇനി അതില് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. അത് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരായിരിക്കും? ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി. എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. ആരൊക്കെയായിരിക്കും? ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രിയും പിന്നെ കൃഷി മന്ത്രിയും ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും 2, 3 ഇവര് 3 പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതില് ആരോഗ്യമന്ത്രി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇതില് ഉൾപ്പെടാത്തത് ആരെന്ന് ചോദിച്ചു. അപ്പൊ ആരായിരിക്കും? ആരോഗ്യമന്ത്രി ഇതിലൊരിക്കലും വരുന്നില്ല. ആഭ്യന്തര വിജിലൻസ് വകുപ്പ്, ഇത് കണക്ട് ചെയ്താൽ മതി. കൃഷികളൊക്കെ നാശം സംഭവിക്കില്ലേ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ? അപ്പൊ അവിടെ കൃഷി മന്ത്രിക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ? ഒരുപാട് പൈസ ഇറക്കണ്ടേ? അപ്പൊ റവന്യൂ മന്ത്രിക്ക് അവിടെ പ്രാധാന്യം കൊടുക്കണ്ടേ? ഓക്കെ, ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രിയും ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൃഷി മന്ത്രിയും ഇവരൊക്കെയാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത്. ഇനി എന്തെങ്കിലും ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സമ്മേളനങ്ങളൊക്കെ വിളിച്ചു ചേർക്കും അല്ലെ. ആ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരായിരിക്കും? സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ. എന്താണ്? സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതായിരിക്കും റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2010ലാണ്. 2007 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വന്നിട്ടുണ്ട് അല്ലെ. ദുരന്ത നിവാരണ അതോറിറ്റി വന്നിട്ടുണ്ട്. പക്ഷെ ഇതില് കേരള ദുരന്ത നിയമം നിലവിൽ വന്നത് 2010ലാണ്. കേരള ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2010ലാണ്. ചോദ്യം വരും. നമ്മൾ വിചാരിക്കും നിയമം വന്നിട്ടല്ലേ അതോറിറ്റി വരിക എന്നൊക്കെ അവിടെ ചിന്തിച്ചു പോകും. അല്ല, അതോറിറ്റി സ്ഥാപിച്ച ശേഷമാണ് കേരള ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 2010 നോക്കണം കേട്ടോ. അതോറിറ്റി വന്ന ശേഷമാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് കേരള ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത് എന്ന് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ സെക്ഷൻ ഏതാണ്? 3. സെക്ഷൻ ഏത് സെക്ഷനിലാണ്? 2005 ഡിസംബർ 23 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 3 ആണ്. ആപ്തവാക്യം സുരക്ഷായാനമാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. 2007 മെയ് 4 നിലവിൽ വന്നു. നിയമം നിലവിൽ വന്നത് 2010ലാണ്. നിലവിലെ ഘടന, അതായത് 10 അംഗങ്ങളും അപ്പൊ ആ ഒരു ചെയർമാനും, ആ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 10 അംഗങ്ങളിൽ ഒരാൾ എന്ന് പറയുന്നത് റവന്യൂ മന്ത്രിയാണ്. അതിൽ ഒരാൾ വൈസ് ചെയർപേഴ്സൺ ആണ് അല്ലെ. ആ വൈസ് ചെയർമാൻ എന്ന് പറയുന്നതാണ് റവന്യൂ മന്ത്രി. ആ 10 അംഗങ്ങളിൽ സിഇഒ ആരായിരിക്കും? ചീഫ് സെക്രട്ടറി ആണ്. കാലാവധി 3 വർഷമാണ്. അതിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രിയും കൃഷി മന്ത്രിയും ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും. സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ്. നിയമം നിലവിൽ വന്നത് 2010ലാണ്. ഇനി എന്താണ് ഈ കേരള ദുരന്ത നിവാരണ നിയമം? അതുപോലെ തന്നെ അല്ലേ, നമുക്ക് സ്റ്റേറ്റിൽ വെച്ചിട്ട് തന്നെ കണക്കെടുക്കാം അല്ലെ. എന്തിനായിരിക്കാം ഈ കേരള ദുരന്ത നിവാരണ അതോറിറ്റി ഒക്കെ നിലവിൽ വന്നത്? എന്തിനാണ്? എന്തൊക്കെയായിരിക്കും ലക്ഷ്യം? നമ്മുടെ സംസ്ഥാനത്തിന് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, അതുപോലെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകളൊക്കെ നിർണ്ണയിക്കുക, വിവിധ വകുപ്പുകളെയൊക്കെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അതൊക്കെ ആരുടെ ലക്ഷ്യമാണ്? അതോറിറ്റിയുടെ ലക്ഷ്യമാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 3 അതോറിറ്റികളും ഏത് പ്രകാരമാണ് നിലവിൽ വന്നത്? 3 അതോറിറ്റികളും 2005 ഡിസംബർ 23 ദേശീയ ദുരന്ത നിവാരണ നയം അല്ലെ, അത് പ്രകാരമാണ് ഈ 3 അതോറിറ്റികളും നിലവിൽ വന്നത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അതിൽ ഏത് സെക്ഷനാണ്? 25ൽ 1. ദേശീയം നമ്മൾ പഠിച്ചു, 3ൽ 1. കേരള സംസ്ഥാനത്തെ ഏത് പഠിച്ചു? 3 പഠിച്ചു. സംസ്ഥാനത്തിലെത്തിയപ്പോൾ ഏത് പറഞ്ഞു? 25ൽ 1. 2016 മാർച്ച് 5. ഫസ്റ്റ് നമ്മൾ ഏത് പഠിച്ചു? 2005 പഠിച്ചു. പിന്നെ കേരളം എത്തിയപ്പോൾ എത്ര പഠിച്ചു? 2007 പഠിച്ചു. 2 വർഷം കഴിഞ്ഞു അല്ലെ. പിന്നെ 2016 പഠിച്ചല്ലോ. 2016 മാർച്ച് 5 ചെയർപേഴ്സൺ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് രണ്ടും പ്രീവിയസ് ആണ്. ചെയർപേഴ്സൺ ജില്ലാ കളക്ടറും
കോ ചെയർപേഴ്സൺ ആരാണ്? ചെയർപേഴ്സൺ ജില്ലാ കളക്ടർ, കോ ചെയർപേഴ്സൺ ആരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും. ജില്ലാ കളക്ടർ ചെയർപേഴ്സൺ, കോ ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇനി മുന്നറിയിപ്പ് ഓരോ ജില്ലകളിലും ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മഞ്ഞ അലേർട്ടാണ്, റെഡ് അലേർട്ടാണ്, പാലക്കാട് ജില്ലയിൽ എങ്ങനെയാണെന്നൊക്കെ പറയണ്ടല്ലേ. ഇതൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്നത് ആരാണ്? ജില്ലാ അതോറിറ്റിയാണ്. ജില്ലാ അതോറിറ്റി ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് എത്തിക്കുന്നതും ആരാണ്? ജില്ലാ അതോറിറ്റിയാണ്. പിന്നെ ഈ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയില് ഒരു എന്താ പറയാ, ഒരു എമർജൻസി കേസൊക്കെ വരുമല്ലോ. എമർജൻസി കേസൊക്കെ വരുന്ന സമയത്ത് പോലീസിന്റെയും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും അഗ്നിസുരക്ഷാ വിഭാഗങ്ങളെയൊക്കെ എന്ത് ചെയ്യും? സമിതിയിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ഇത് മനസ്സിലാക്കണം. ഓക്കെ, ഇനി എന്താണ്? അലേർട്ടുകൾ ഉണ്ട് അല്ലെ? എന്താണ്? അലേർട്ടുകൾ പ്രഖ്യാപിക്കും. എത്ര തരം അലേർട്ടാണ്? 4 തരം അലേർട്ടുകളാണ് പ്രഖ്യാപിക്കുന്നത്. പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുമപ്പ്. ഇത് എനിക്കും കൺഫ്യൂഷൻ വരാറുണ്ട്. ഇത് ചോദിച്ചിട്ടുമുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനും ആണ്. എങ്ങനെയാണ്? അപ്പൊ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആലോചിക്കും അല്ലെ, പത്രത്തിലും ടിവിയിലൊക്കെ ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യും? ഈശ്വര, ഓറഞ്ച് അലേർട്ട് വെക്കുമ്പോൾ അന്ന് എന്തായിരുന്നു അവിടെ കാലാവസ്ഥ എന്നൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം കേട്ടോ. പച്ച എന്ന് പറയുമ്പോഴേ നമ്മൾ എപ്പോഴും ഒരു ഹരിത രൂപമാണ് അല്ലെ, പച്ചപ്പ് നിറഞ്ഞത്. നമ്മുടെ മനസ്സിനൊക്കെ എന്താണ്? അപ്പോൾ നമ്മൾ റിലാക്സ് കിട്ടില്ല. നമ്മളൊരു പാടങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നല്ല റിലാക്സ് ആണ് അല്ലെ. അവിടെ പഞ്ചിട്ട് അല്ലെ, കൃഷികളൊക്കെ ചെയ്തിട്ട് നെൽകൃഷിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ഹാപ്പി ആയിരിക്കും നമ്മൾ അല്ലേ. അതുപോലെ തന്നെയല്ലേ നമ്മളിപ്പോൾ ഊട്ടിയിലും യാത്രകളൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ പച്ചപ്പ് നിറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുളിര് കോരില്ലേ. അപ്പൊ എന്താണ്? അവിടെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം ഇല്ല. ഓക്കെ, അവിടെ എന്താണ്? നമുക്ക് കൂളായിട്ട് നമുക്ക് വീടുകളിൽ താമസിക്കാം. എവിടെ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യാം? കൂളായിട്ട് താമസിക്കാം. അത് മനസ്സിലാക്കിയാലോ? ആ കോഡ് വെച്ചിട്ടൊന്ന് മനസ്സിലാക്കിയാലോ? പച്ച എന്ന് പറയുമ്പോൾ അതാണ് കൂളായിട്ട് ഇരിക്കാം. ഇനി റെഡ് നോക്കിക്കേ, ചുമപ്പ്. നമ്മളൊരു ബ്ലഡ് കാണുമ്പോൾ റെഡ് കളർ ഇല്ലേ, നമുക്ക് എന്താണ്? നല്ല പേടിയുള്ളവരുണ്ട് അല്ലേ. പിന്നെ ഒരു സിഗ്നൽ റെഡ് കണ്ട് അല്ലെ, നമ്മൾ സിഗ്നലിന്റെ അവിടെ എത്തുന്ന സമയത്ത് ഒരു ട്രാഫിക്കിലൂടെ പോകുമ്പോൾ, റോഡിലൂടെ പോകുന്ന സമയത്ത് റെഡ് കണ്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങോട്ട് നിർത്തണം അല്ലേ, അവിടെ പെട്ടെന്ന് നിർത്തണം അല്ലേ. അവിടെ എന്താണ്? നമ്മൾ നന്നായി ശ്രദ്ധിക്കണം സിഗ്നലിന്റെ അവിടെ എത്തുമ്പോൾ. അപ്പൊ എന്താണ്? കർശന സുരക്ഷാ നടപടി, എല്ലാവരെയും സുരക്ഷിതമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. ഏറ്റവും എന്താണ്? കർശനമായിട്ട്, അതായത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ചുമപ്പ് അല്ലെ. നമ്മൾ അവിടെ താമസിക്കാനൊന്നും പാടില്ല, വേറെ ക്യാമ്പുകളിലൊക്കെ പോയിട്ട് മാറണം. പച്ച എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട. ചുവപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല സുരക്ഷ എടുക്കേണ്ട സമയമാണ്. അപ്പൊ ഇത് രണ്ടും കണക്ട് ചെയ്തല്ലോ. ഇനി ഓറഞ്ച് നോക്കിക്കേ, അതീവ ജാഗ്രത. സുരക്ഷാ തയ്യാറെടുപ്പ് തുടങ്ങിയാൽ മതി, പക്ഷെ മാറൊന്നും വേണ്ട, താമസങ്ങളൊന്നും മാറണ്ട. നമ്മൾ ജാഗ്രതയോട് കൂടിയിട്ട് ഇരിക്കുക, സുരക്ഷാ തയ്യാറെടുപ്പ് തുടങ്ങണം. ഇനി മഞ്ഞയോ, ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കണം. ഇവിടെ ഭയപ്പെടേണ്ട, ഇവിടെ നമ്മൾ ജാഗ്രതയോട് കൂടിയിട്ട് ഇരിക്കണം, സുരക്ഷാ തയ്യാറെടുപ്പുകളും തുടങ്ങണം. പഠിച്ചല്ലോ. പച്ച എന്താണ്? ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല. അപ്പൊ അവിടെ ക്ലൈമറ്റ് ഒക്കെ നോർമലാണ്. ചുമപ്പ് എന്ന് പറയുമ്പോൾ കർശന സുരക്ഷാ നടപടിയൊക്കെ എടുത്തിട്ട് വേഗം ക്യാമ്പുകളിലേക്കൊക്കെ മാറണം. ഓറഞ്ച് അതീവ ജാഗ്രതയാണ്, പക്ഷെ സുരക്ഷാ തയ്യാറെടുപ്പൊക്കെ തുടങ്ങി വെക്കുക. മഞ്ഞയോ, ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, കാലാവസ്ഥയെ കരുതലോടെ നിരീക്ഷിക്കുക. ഇത് ഇന്റൻസിറ്റി നോക്കി വെച്ചോട്ടാ. ചിലപ്പോൾ LD ലെവലൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറും. റാങ്ക് ഒക്കെ അങ്ങോട്ട് കുതിച്ചു പോകും. ഓക്കെ, അപ്പോൾ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പ്രകൃതിയിൽ കാലാവസ്ഥ ഏത് രീതിയിലായിരിക്കും? ഇന്റൻസിറ്റി 64.5 കേട്ടോ. 64.5 മുതൽ എത്രയായിരിക്കും? 115.5 mm. ഓക്കെ, എത്രയാണ്? 64.5 പിന്നെ 115.5 mm. മനസ്സിലാക്കിയല്ലോ. ഇതിൽ നിന്നും കൂടുതലായിരിക്കും അല്ലേ, ഇന്റൻസിറ്റി കൂടുതലായിരിക്കും എവിടെ എത്തുമ്പോൾ? ഓറഞ്ച് അവർ പറയുന്നുണ്ട് അതീവ ജാഗ്രത വേണം എന്നല്ലേ. എത്രയാണ് ഇന്റൻസിറ്റി പറഞ്ഞിരിക്കുന്നത്? 115 അല്ലേ, 115.6 ഏതുവരെ? 204.4 mm വരെ. ചുമപ്പ് എന്ന് പറയുമ്പോൾ കർശന സുരക്ഷ വേണം, അവിടെ എത്രയാണ്? 204.4 mm മുകളിലായിരിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 64.5 തുടങ്ങിയിട്ട് 115 അവസാനിക്കുമ്പോൾ മഞ്ഞയും, 115 തുടങ്ങി 204 വരെ എത്തുമ്പോൾ അവിടെ ഓറഞ്ചും, 204 മുകളിലാണ് ഇന്റൻസിറ്റി. അപ്പോഴാണ് എന്ത് പറയുന്നത്? കർശന സുരക്ഷാ നടപടി എടുത്തിട്ട് സുരക്ഷിതമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പറയുന്നത്.
നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പ്രകൃതി ദുരന്തങ്ങളായിട്ട് എല്ലാറ്റിനെയും പ്രകൃതി ദുരന്തമായിട്ട് കണക്കാക്കോ? ഇല്ല അല്ലെ. പ്രകൃതി ദുരന്തങ്ങളായിട്ട് കണക്കാക്കിയിട്ടുള്ളത് ഏതൊക്കെയാണ്? ചുഴലിക്കാറ്റുകൾ. ഏതാണ്? ചുഴലിക്കാറ്റുകള്, വരൾച്ച, പിന്നെ ഭൂമി കുലുക്കം. നമുക്കറിയാലോ അതിന് എത്രത്തോളം ആഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അല്ലെ. തീപിടുത്തം. ഓക്കെ, എന്താണ്? തീപിടുത്തം, വെള്ളപ്പൊക്കം. ഓക്കെ, ഞാൻ വായിച്ചു പോവാ കേട്ടോ. തീപിടുത്തം, പിന്നെ വെള്ളപ്പൊക്കങ്ങള്, സുനാമി, ആലിപ്പഴ വർഷം, ഉരുൾപൊട്ടല്, മണ്ണിടിച്ചില്, പിന്നെ ശൈത്യ തരംഗം, നല്ല തണുത്ത് കോൾഡ് വേവ് ഒക്കെ വീശുമ്പോഴേ ഹിമാഘാതം, ഹിമപാതം, കൃഷിയിടങ്ങളിലെ വ്യാപകമായിട്ടുള്ള കീടബാധകള്, മേഘസ്ഫോടനം, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പ്രകൃതി ദുരന്തങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത് കേട്ടോ. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ, ഇപ്പൊ നമ്മൾ പറയാറില്ലേ ഓരോ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജില്ലകളിലൊക്കെ ദുരന്ത നിവാരണ സഹായം അല്ലെ എത്രത്തോളം എത്രയാണ് ഇവർ അതിനുള്ള സർക്കാർ എന്ത് കൊടുക്കാറുണ്ട്? അതിനുള്ള പൈസ കൊടുക്കാറുണ്ട് അല്ലെ. ഓരോ ദുരന്തങ്ങൾ സംഭവിച്ച മേഖലയ്ക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കൊക്കെ പൈസ കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്? ഒരാൾ മരിച്ചാലില്ലേ, ഇപ്പോൾ ഒരാൾ മരിച്ചു എന്ന് വെക്കുക, അയാൾക്ക് മരണം കേട്ടോ. ഓക്കെ, സോറി. ഓക്കെ, മരണം സംഭവിച്ചു കഴിഞ്ഞാല് 4 ലക്ഷം രൂപയാണ്. എത്രയാണ്? മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുക? അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത്. ഇനി ഗുരുതരമായ പരിക്ക്, ഗുരുതര പരിക്കാണെങ്കിൽ എത്രയായിരിക്കും? 59,100 രൂപ. 59,100. ഈ ഗുരുതര പരിക്ക് എന്ന് പറയുന്ന സമയത്ത് 40% മുതൽ 60% വരെ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടാകണം. ഗുരുതര പരിക്ക് എന്ന് പറയുമ്പോൾ 40% മുതൽ 60% വരെ എന്തായിരിക്കും? ആ വ്യക്തിക്ക് അംഗവൈകല്യം സംഭവിച്ചിരിക്കണം. അതായത് ഒന്നില്ലെങ്കിൽ കയ്യോ കാലോ അല്ലെങ്കിൽ കണ്ണ്, ഇതൊക്കെ നഷ്ടപ്പെടുന്നതാണ് ഈ 40% to 60%. അങ്ങനെയുള്ള വ്യക്തികൾക്ക് 59,100 രൂപയാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. ഇനി ഈ പരിക്കിൽ തന്നെ ഈ 60% കൂടുകയാണെങ്കിൽ, 60% കൂടിക്കഴിഞ്ഞാൽ എന്താകും? അവിടെ എമൗണ്ട് 2 ലക്ഷം രൂപയാണ് കേട്ടോ. 2 ലക്ഷം രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അതൊക്കെ എന്ത് ചെയ്യണം? ഡോക്ടറുടെ ഒക്കെ റിപ്പോർട്ട് കൊടുക്കണല്ലേ. വേഗം പോയിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ സർക്കാർ ഡോക്ടറിന്റെയോ അല്ലെങ്കിൽ സർക്കാർ അംഗീകരിച്ച പട്ടികയിലുള്ള ഡോക്ടർമാരുടെയോ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഒന്നുമില്ലെങ്കിൽ സർക്കാർ ഡോക്ടർ അല്ലെങ്കിൽ സർക്കാർ ഡോക്ടറുടെയോ സർക്കാർ അംഗീകരിച്ച അവരുടെ പട്ടികയിലുള്ള ഡോക്ടർമാരുടെയോ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി. ഇനിയിപ്പോ ഗുരുതര പരിക്കല്ല എന്ന് വെക്കാം, പരിക്കേറ്റു. സാധാരണ ഒരു പരിക്കേൽക്കാണ് കേട്ടോ പരിക്കേറ്റത്. ഓക്കെ, പരിക്കേറ്റിട്ട് ആശുപത്രിയിലാവും. പരിക്ക് പറ്റി എന്തായാലും ആശുപത്രിക്ക് പോകുമല്ലോ. അപ്പൊ എത്രയാണ്? 12,700 രൂപ. 12,700 രൂപ. അതായത് ഒരാഴ്ചയിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരാഴ്ചയിൽ കൂടുതൽ അവർ എവിടെയായിരിക്കും? ഹോസ്പിറ്റലിലായിരിക്കും. അവർക്കാണ് 12,700 രൂപ. 4,300 രൂപ കൊടുക്കും ഒരു വ്യക്തിക്ക്. ഒരാഴ്ചയിൽ താഴെയാണ് ആശുപത്രിയിൽ കിടന്നിട്ടുള്ളൂ എങ്കിൽ 4,300 രൂപ. ഒന്നുകൂടി നോക്കിയാലോ നമുക്ക്. മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 4 ലക്ഷം രൂപ കൊടുക്കും. 4 ലക്ഷം. ഇതൊക്കെയായിരിക്കും ചോദ്യങ്ങൾ വരിക കേട്ടോ. ദുരന്ത നിവാരണത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ എത്രയാണ് സാമ്പത്തിക സഹായം സർക്കാർ നൽകുന്നത് വെച്ചാൽ 4 ലക്ഷം രൂപയാണ്. ഗുരുതരമായ പരിക്കേറ്റ് അതിൽ തന്നെ 40% മുതൽ 60% വരെയാണ് പരിക്കെങ്കിൽ 59,100 രൂപയും 60% കൂടുതലാണെങ്കിൽ 2 ലക്ഷം രൂപയും കൊടുക്കും. ഇനി ഒരു പരിക്കേറ്റിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ ആശുപത്രിയിൽ കഴിയുകയാണെങ്കിൽ 12,700 രൂപയും കൊടുക്കും. ഒരാഴ്ചയിൽ കുറവാണ് ആശുപത്രിയിൽ കിടക്കുന്നതെങ്കിൽ 4,300 രൂപയുമാണ് സർക്കാരിന്റെ വക സാമ്പത്തിക സഹായം കൊടുക്കുക. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും ഒരു ദുരന്തം നടക്കുന്ന ഏരിയയിൽ? ഇപ്പോൾ ഒരു പാലക്കാട് ജില്ലയിൽ ഒരു ദുരന്തം നടന്നു എന്ന് വെക്കാം, ഏതെങ്കിലും ഒരു ഭാഗത്ത്. ഇപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയിലെ കവളപ്പാറ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അതില് ഒരു ഭാഗത്ത് ദുരന്തം നടന്നു വെച്ചാൽ എന്തൊക്കെയായിരിക്കണം അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ? എമർജൻസി ആയിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ: കുടിവെള്ളം
വിതരണം അല്ലേ? കുടിവെള്ള വിതരണം. ആദ്യം നമുക്ക് വെള്ളമാണെങ്കിലും കുടിക്കണം. നമ്മൾ ഒരു നേരം ഭക്ഷണം ഇല്ലെങ്കിലും ഇരിക്കും. ഒരു നേരം നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? കുടിവെള്ള വിതരണം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും കുടിവെള്ള വിതരണമായിട്ട്? അവിടെ ഹാൻഡ് പമ്പ്, കിണറുകൾ, ജലസംഭരണികളൊക്കെ അവിടെ ഭിത്തികളൊക്കെ തകർന്നിട്ടുണ്ടാവും അല്ലേ? അതിനൊക്കെ ആയിരിക്കണം ആദ്യം നന്നാക്കാൻ ചെയ്യേണ്ടത്. അതൊക്കെ ആദ്യം നന്നാക്കി കൊടുക്കണം. പിന്നെ നാശം സംഭവിച്ചിട്ടുള്ള പോസ്റ്റുകൾ, തകർന്ന പൈപ്പുകൾ, ശുദ്ധജല സംഭരണികളുടെ ശുചീകരണം, അവയൊക്കെ അറ്റകുറ്റപ്പണികൾ രണ്ടാമത് വീണ്ടും നടത്തണം. മൂന്നാമത് എന്തായിരിക്കും? പമ്പിംഗ് മെഷീനുകൾ, ജലസംഭരണികളുടെ ചോർച്ച തടയുന്ന പ്രവർത്തനം, വെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പുകളൊക്കെ പെട്ടെന്ന് അവിടെ നന്നാക്കി കൊടുക്കുക. പിന്നെ ദുരന്തം മൂലം ഉണ്ടായിട്ടുള്ള റോഡുകൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ കുഴികളും പൊട്ടലുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാകും. അതൊക്കെ നോക്കുക. അവിടെയൊക്കെ അറ്റകുറ്റകൾ പണികൾ നടത്തുക. പാലങ്ങളൊക്കെ തകർന്നിട്ടുണ്ടെങ്കിൽ പാലങ്ങളൊക്കെ പെട്ടെന്ന് നേരാക്കാനുള്ളത് കൊടുക്കുക. പിന്നെയോ പാലത്തില് പാലമായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊക്കെ അടിയന്തര പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. പിന്നെ ജലസേചനം, കനാലുകളൊക്കെ നശിച്ചിട്ടുണ്ടാവില്ല. കനാലുകളൊക്കെ മുഴുവൻ അവിടെ കാണാൻ പറ്റുമോ? പഴയ രൂപം ഉണ്ടാകുമോ? ഇല്ല. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ടാങ്കുകളൊക്കെ ഉണ്ടാകും. സിമെന്റ് ഉപയോഗിച്ചിട്ട് കെട്ടിട സംഭരണികളൊക്കെ ഉണ്ടാകും. ജലസംഭരണികളൊക്കെ ഉണ്ടാകും. മൺബാഗ്, കല്ലുകളൊക്കെ ഉണ്ടാകും. അതൊക്കെ എന്ത് ചെയ്യുക? അറ്റകുറ്റപ്പണി നടത്തിയിട്ട് തടയണകളും കനാലുകളൊക്കെ പഴയ പോലെ എന്ത് ചെയ്യുക? പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക. പിന്നെ കനാലുകളിൽ നിന്നൊക്കെ മണ്ണും കാടും ചെടികളൊക്കെ വെട്ടിയിട്ട് നീക്കം ചെയ്യുക. പിന്നെ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ ചെയ്യേണ്ടി വരും? പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളൊക്കെ നന്നാക്കുക. ഇവയിലേക്കുള്ള റോഡുകളും വൈദ്യുത ലൈനിന്റെ കേടുപാടുകളൊക്കെ ഒരു ദുരന്ത നിവാരണ ഒരു ദുരന്തം ഒരു സ്ഥലത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്ത് ചെയ്യണം? മുൻതൂക്കം കൊടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ആദ്യം അവിടെ നേരാക്കേണ്ടതായിട്ട് ചെയ്യേണ്ടത്. പിന്നെ വില്ലേജ് റോഡുകളുടെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുക. പിന്നെ കുടിവെള്ള വിതരണ ലൈനുകളുടെ അറ്റകുറ്റപ്പണികൾ, വഴിവിളക്കുകളൊക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ പോസ്റ്റുകളൊക്കെ വീണ് കറണ്ടൊക്കെ പോയിട്ടുണ്ടാവും, അതൊക്കെ വേഗം നേരാക്കുക. പിന്നെ പ്രൈമറി സ്കൂളുകൾ, പഞ്ചായത്ത് വക കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കമ്മ്യൂണിറ്റി ഹാളും അംഗനവാടിയൊക്കെ ഉണ്ടല്ലോ, അവയുടെ എന്തെങ്കിലും അവിടെ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേഗം എന്ത് ചെയ്യുക? പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക. ഇതൊക്കെയാണ് അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് SEOCയും DEOCയും പഠിക്കാറുണ്ട്. എസ് എന്താണ്? സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഡിസ്ട്രിക്ട് അല്ലേ? ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ. ഇതൊന്ന് പഠിച്ചാൽ മതി. അപ്പൊ ഇത് മനസ്സിലാകും. എന്താണ് SEOC എന്ന് പറയുന്നത്? സംസ്ഥാനത്തെ കാര്യനിർവഹണ സമിതി. സംസ്ഥാനത്തുള്ള അടിയന്തര കാര്യനിർവഹണ സമിതിയാണ് ഇത് SEOC. എന്തിനായിരിക്കും ഈ സമിതി എന്ന് പറയുന്നത്? നമ്മുടെ സംസ്ഥാന തലത്തിൽ, എന്താണ്? സംസ്ഥാന തലത്തിൽ, നമ്മളിവിടെ സ്റ്റേറ്റ് എന്നല്ലേ പറയുന്നത്, സംസ്ഥാന തലത്തില് ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുക. അതുപോലെ കേന്ദ്ര തലത്തില് ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ആവശ്യമായിട്ടുള്ള കേന്ദ്ര സഹായങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുഖ്യ സംവിധായകനായിട്ട് പ്രവർത്തിക്കുക എന്നതുമാണ് SEOCയുടെ ചുമതല. സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ സമിതിയുടെ ലക്ഷ്യം എന്താണ്? ഒരു ദുരന്ത നിവാരണം നടക്കുന്ന സമയത്ത് കേന്ദ്രതലത്തിലുള്ള പ്രതിരോധ സേനകളുടെയൊക്കെ കണ്ടില്ലേ, മിലിറ്ററിയൊക്കെ ഇറങ്ങാറുണ്ടല്ലേ, അവരുടെയൊക്കെ സഹായം തേടാനും സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വലം കൈയായിട്ട് പ്രവർത്തിക്കുന്നതും ആരാണ്? സംസ്ഥാന അടിയന്തര കാര്യനിർവഹണ സമിതിയാണ്. എങ്കിൽ DOC എന്തായിരിക്കും? ഡിസ്ട്രിക്ട് തലത്തിൽ അല്ലേ? ഇതേപോലെ നമ്മുടെ ജില്ലകളിൽ എന്തൊക്കെ ഉണ്ടാകും? ഇതേപോലെ ദുരന്തങ്ങൾ ഉണ്ടാകും അല്ലെ? ഈ ജില്ലകളിൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവരെന്ത് ചെയ്യും? ഇതിന്റെ മേലുള്ള സ്ഥാപനങ്ങൾ അല്ലെ, ജില്ലയിൽ ആർക്കൊക്കെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുമോ ഇവർ സംസ്ഥാനങ്ങളോട് എന്ത് ചെയ്യാണ്? ആവശ്യപ്പെടില്ലേ? അർജന്റായിട്ട് ദുരന്ത നിവാരണ സേനകളൊക്കെ ആവശ്യമുണ്ട്, അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് അയക്കണം, ഇന്ന ജില്ലയിൽ ഇന്ന അപകടങ്ങൾ നടക്കുകയാണ്, ഇവിടെ ആള് പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുക്കും. ഇതൊക്കെയാണ് ആര് ചെയ്യുക? ജില്ലാ അടിയന്തര കാര്യനിർവഹണ സമിതി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെയൊക്കെ ആരായിരിക്കും? നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെയൊക്കെ ഈ കാര്യനിർവഹണ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ. ഇവിടെയൊക്കെ ചീഫ് സെക്രട്ടറിക്കാണ് മുൻതൂക്കം വരുന്നത്, ചീഫ് സെക്രട്ടറി. ഓക്കെ ആണല്ലോ. ഇതാണ് SEOCയും DOCയും പഠിക്കാനുള്ളത്.
നെക്സ്റ്റ് ILDM, നമ്മൾ അവിടെ SCOC കഴിഞ്ഞു, DOC കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ILDM, NDRF, SDRF, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, സന്നദ്ധ സേനകള്, ആപ്തമിത്ര, CMDRF. ഓക്കെ, ഇതിൽ ILDM എന്ന് പറയുന്നത് 2007 സ്ഥാപിതമായതാണ്. ILDMന്റെ ഫുൾ ഫോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് 2007 രൂപീകൃതമായത്. എന്തിനു വേണ്ടിയിട്ട്? ദുരന്ത നിവാരണത്തില് പങ്കാളികൾ ആകുന്നവർക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ വന്ന് പലരും സഹായിക്കില്ലേ, അവർക്കൊക്കെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, എന്തൊക്കെയാണ് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് മുൻകരുതൽ എടുക്കേണ്ടത്, അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം കേട്ടോ. ആ സ്ഥാപനമാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാവുന്നവർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് ആര് കൊണ്ടുവന്നതാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ILDM കൊണ്ടുവന്നത്. ദേശീയ തലത്തിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ILDM നിലവിൽ വന്നത്. ഇനി എന്താണ് ഇതിന്റെ ആസ്ഥാനം? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരത്താണ്. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ILDMന്റെ ഫുൾ ഫോം നോക്കി വെക്കുക. 2007 ഇത് കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് വന്നത്. തിരുവനന്തപുരത്താണ് ആസ്ഥാനം. ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് പരിശീലനം കൊടുക്കലാണ്. ഇനി NDRF കേട്ടോ. NDRF എന്താണ്? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. നാഷണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നാഷണൽ, പിന്നെ ഇത് ദുരന്തമാണല്ലോ, ഡിസാസ്റ്റർ, പിന്നെ റെസ്പോൺസ് ഫോഴ്സ്. റെസ്പോൺസ് വാക്കിൽ തന്നെ എടുക്കാൻ കഴിയും. റെസ്പോൺസ് ഫോഴ്സ് എന്തായിരിക്കും ഇതിന്റെ ഇത്? നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അടിസ്ഥാനത്തില് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സേനയാണ് ദേശീയ ദുരന്ത നിവാരണ സേന. ഓക്കെ, ഇനി ദുരന്ത വേളകളില് അവയുടെ കെടുതികൾ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അതായത് ദേശീയ ദുരന്ത നിവാരണ സേനയുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദേശീയ ദുരന്ത നിവാരണ സേന വന്നത്? സേനയാണ് കേട്ടോ. ദേശീയ ദുരന്ത നിവാരണ സേന, NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സേനയാണ് ഇത് NDRF. ഏതു പ്രകാരം ഇത് രൂപീകരിക്കപ്പെട്ടത്? 2006. 2005 നിയമം വന്നു, 6 തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയും നിലവിൽ വന്നു. 2006 കേട്ടോ രൂപീകരിക്കപ്പെട്ടത്. സെക്ഷൻ 44(1) പ്രകാരം. ഏതാണ്? സെക്ഷൻ 44(1) പ്രകാരമാണ് ഏത് വന്നത്? ദേശീയ ദുരന്ത നിവാരണ സേന നിലവിൽ വന്നത്. 44(1). ഇനി ആസ്ഥാനമൊക്കെ എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ് ഇവിടെയൊക്കെ ആസ്ഥാനം വരുന്നത് കേട്ടോ. ഇനി ഇതേപോലെ സംസ്ഥാന തലത്തിലുണ്ട് കേട്ടോ. SDRF നാഷണൽ തലത്തിലുള്ള ദേശീയ സേന. ഇവിടെയോ SDRF ആകുമ്പോൾ സ്റ്റേറ്റ് വരും, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, സംസ്ഥാന ദുരന്ത നിവാരണ സേന. എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം? മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. നമ്മൾ നാഷണൽ പഠിക്കുമ്പോൾ ന്യൂഡൽഹി പഠിച്ചു, ഇവിടെ മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ ഒരു പെന്നിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണ് എഴുതാൻ ചിലപ്പോൾ ഹാങ് ആയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറത്താണ്. മലപ്പുറത്ത് പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ. മലപ്പുറത്ത് പാണ്ടിക്കാട്. പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് SDRF, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ സേന. പഠിച്ചല്ലോ, മലപ്പുറം, പാണ്ടിക്കാട്. ഇതിൽ 100 അംഗങ്ങളോളം ഉണ്ട് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ സേനയിൽ 100 അംഗങ്ങളോളം ഉണ്ട്. അത് പഠിച്ചു വെക്കുക. ഇനി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് 1962.
കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് 1962 സംസ്ഥാനത്തെ ദുരന്ത നിവാരണത്തിന് ഉത്തരവാദിത്തമുള്ള പ്രധാന സ്ഥാപനവും പ്രാഥമിക ഏജൻസിയുമാണ് കേരള ഫയർ റെസ്ക്യൂ സർവീസസ്. ഇനി സന്നദ്ധ സേന 2000 ഇത് പ്രീവിയസ് ആണ് കേട്ടോ. സന്നദ്ധ സേനകൾ നിലവിൽ വന്നത്, സന്നദ്ധ സേനയുടെ ബ്രാൻഡ് അംബാസിഡർ പഠിച്ചിട്ടില്ലേ നമ്മള്, ടോവിനോ തോമസ് അല്ലേ? ഓക്കെ, 2020 ജനുവരി 1 സന്നദ്ധ സേനകള് നിലവിൽ വന്നത് കേട്ടോ. സന്നദ്ധ സേന എന്തായിരിക്കും സന്നദ്ധ സേന? എന്തായിരിക്കും സന്നദ്ധ സേനകള്? നമ്മുടെ ദുരന്ത സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സന്നദ്ധ സേവനങ്ങളിലൂടെ ജനങ്ങളെ സഹായിക്കുക എന്നതാണ് സന്നദ്ധ സേനയുടെ ലക്ഷ്യം. 2020 ജനുവരി 1 നിലവിൽ വന്നത്. ഇനി എന്താണ് ആപ്തമിത്ര? ദുരന്ത നിവാരണത്തില് കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമായിട്ട് ആരംഭിച്ച ഒരു രാജ്യവ്യാപക പദ്ധതിയാണ് ആപ്തമിത്ര. കണ്ടിട്ടില്ല നിങ്ങൾ? ഒരേ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ആപ്തമിത്ര എന്ന് ബാക്കിൽ ഇതിലുണ്ടാവും. അവിടെ ആ യൂണിഫോമിന്റെ ബാക്കിലൊക്കെ എടുത്തിട്ടുണ്ടാവും. അടിയന്തര ഘട്ടങ്ങളിലൊക്കെ ഇവർ പോയിട്ട് എന്ത് ചെയ്യും? സഹായങ്ങൾ കൊടുക്കും. ദുരന്ത നിവാരണത്തിലെ കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരെ പരിശീലിപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമായിട്ട് ആരംഭിച്ച ഒരു രാജ്യവ്യാപക പദ്ധതിയാണ് ആപ്തമിത്ര. കേരളത്തിൽ നിന്നും കോട്ടയത്തെയാണ് ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ നിന്ന് ആപ്തമിത്ര എന്ന ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല ഏത് എന്ന് ചോദിച്ചാൽ കോട്ടയമാണ്. കേരളത്തിൽ നിന്ന് കോട്ടയത്തെയാണ് ഈ പദ്ധതിയിലേക്ക്, ആപ്തമിത്ര എന്ന പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്താണ് ഈ ആപ്തമിത്ര എന്ന് പറയുമ്പോൾ? മിത്ര, ഫ്രണ്ട് അല്ലേ? അതിന്റെ അർത്ഥം എന്താണ് ആപ്തമിത്ര എന്നുള്ളത്? ദുരന്ത സമയത്ത് സുഹൃത്തുക്കൾ. ദുരന്ത സമയത്ത് സുഹൃത്തുക്കൾ എന്നതാണ് ആപ്തമിത്രയുടെ അർത്ഥം. ഇനി CMDRF. CM പറയുമ്പോൾ ആരാണ്? മുഖ്യമന്ത്രി അല്ലേ? CM മുഖ്യമന്ത്രി അല്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നിലവിൽ പൂർണ്ണമായും എങ്ങനെയാണ്? നേരിട്ട് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കണം അല്ല, ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? പിന്നെ ഇതിലേക്കുള്ള ഈ മുഖ്യമന്ത്രിയുടെ ഈ സാമ്പത്തിക സഹായ നിധിയിലേക്ക് എവിടെ നിന്നൊക്കെയാണ് സംഭാവനകൾ കിട്ടുക? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും, അതുപോലെ സിറ്റി മെയിൻ ബ്രാഞ്ചുകളിൽ നിന്ന് ഒക്കെ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ അവിടെയുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ്, വിവിധ ദേശസൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിലേക്ക് പൂൾ അക്കൗണ്ടുകളിലേക്കും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പൈസ അയക്കുന്നുണ്ട്. CMന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ദുരന്ത നിവാരണം നടക്കുമ്പോൾ നമ്മള് വാർത്താ പ്രാധാന്യമുള്ള വാക്കായിരുന്നു അല്ലെ? ഇത്ര മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് ഇത്ര പോയി, അവരതിന് ചെലവാക്കിയിട്ടില്ല, അവരങ്ങനെ എന്താ പറയാ, രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല ഞാൻ. ഓക്കെ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അല്ലേ? എങ്ങനെയാണ് ഇതൊക്കെ എത്തുന്നത്? സ്റ്റേറ്റ് ബാങ്ക് വഴി. ഒരുപാട് ബാങ്കുകൾ ഉണ്ടല്ലോ, അവിടെ ബ്രാഞ്ചുകൾ വഴിയാണ് എവിടേക്ക് എത്തുന്നത്? ഈ പൈസകളൊക്കെ എവിടേക്ക്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത്. പഠിച്ചു കഴിഞ്ഞല്ലോ. ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? ILDM പഠിച്ചു. 2007 നിലവിൽ വന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്, തിരുവനന്തപുരത്താണ് ആസ്ഥാനം. NDRF ദേശീയ തലത്തിലുള്ള ദുരന്ത നിവാരണ സേനയാണ്. 2006 തന്നെയാണ് നിലവിൽ വന്നത്. സെക്ഷൻ 44(1) പ്രകാരമാണ്. ഇനി സംസ്ഥാനത്തെ ദുരന്ത നിവാരണ സേനയാണ്. മലപ്പുറത്ത് പാണ്ടിക്കാടാണ് ഇതിന്റെ ആസ്ഥാനം. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറത്ത് പാണ്ടിക്കാടിലാണ്. ഇതിൽ 100 അംഗങ്ങളോടൊപ്പം ഉണ്ട്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് 1962 വന്നത്. സന്നദ്ധ സേന 2020 ജനുവരി 1 വന്നു. ആപ്തമിത്ര നമ്മുടെ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്തതാണ്. ഏത് ജില്ലയാണ്? കോട്ടയത്തിലേക്കാണ്. പിന്നെ CMDRF പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ഇതൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് പഠിക്കേണ്ട കുറച്ച് ആപ്പുകളുണ്ട്. Q-Copy. എന്താണ് Q-Copy? നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായിട്ടുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകാൻ തയ്യാറാക്കിയ ആപ്പാണ് Q-Copy. ഏതാണ് Q-Copy? എന്താണ്? നമ്മുടെ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സംബന്ധമായിട്ടുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകാൻ തയ്യാറാക്കിയ ആപ്പാണ് Q-Copy. ഇനി ദാമിനി ആപ്പ് എന്താണ്? മിന്നൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ കേട്ടോ. മിന്നൽ ഉണ്ടാകുമല്ലോ. മിന്നൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്ത് മിന്നൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ആപ്പാണ് ദാമിനി. ഇനി കേരളം. പൊതുജനങ്ങൾക്ക് കാലാവസ്ഥാ വിവരങ്ങൾ അറിയാൻ IT മിഷൻ തയ്യാറാക്കിയ ആപ്പാണ്. പൊതുജനങ്ങൾക്ക് കാലാവസ്ഥാ വിവരങ്ങൾ അറിയാനാണ് IT മിഷൻ. ഇനി എന്താണ് 14? നമ്മുടെ കേരളത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട് പറഞ്ഞു അല്ലേ? അതില് എമർജൻസി കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഐറ്റംസ് 14 ഐറ്റംസ് നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എമർജൻസി കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട ഐറ്റംസ് എത്രണ്ണമാണ്? 14 എണ്ണമാണ്. ഇനി 1070 ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളാണ് 1070 1077. ടോൾ ഫ്രീ
നമ്പർ 1079 കേട്ടോ. 1070 1077 ഹെൽപ്പ് ലൈൻ നമ്പർ. ടോൾ ഫ്രീ നമ്പർ 1079 70 77 79. നമ്മുടെ കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് എപ്പോഴാണ്? 2018 ഓഗസ്റ്റ് മാസത്തിലാണ് അല്ലേ? നമുക്ക് സിനിമ ആലോചിച്ചാൽ തന്നെ കിട്ടും അല്ലേ? 2018 ഓഗസ്റ്റ് എന്ന് പറയുന്നത് 8ാം മാസമാണ്. പഠിച്ചു അല്ലേ? ഇനി ഇൻകോയിസ്. എന്താണ് ഇൻകോയിസ് പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ ഫുൾ ഫോം നോക്കണേ. INCOIS ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്. ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്. വെള്ളപ്പൊക്കം, അണക്കെട്ട് എന്നിവയൊക്കെ തുറന്നു വിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നത് ഇൻകോയിസസ് ആണ്. പറയാറില്ലേ, ഡാം തുറക്കുന്നുണ്ട്, ഇടുക്കി ഡാം തുറക്കുന്നു, മുല്ലപ്പെരിയാർ തുറക്കുന്നു, മലമ്പുഴ ഡാം തുറക്കുന്നു എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ വെള്ളപ്പൊക്കം ഇന്ന ഭാഗങ്ങളിൽ ഉണ്ടാകാറുണ്ട്, നിങ്ങൾ അവിടെ മാറി താമസിക്കണം എന്നൊക്കെ പറയാറില്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്നത് ആരാണ്? ഇൻകോയിസ്. അതിന്റെ ഷോർട്ട് ആണ് ഇൻകോയിസ്. പിന്നെ കേന്ദ്ര ജല കമ്മീഷനും സംസ്ഥാന ജലവിഭവ വകുപ്പ്, KSCB ഇതൊക്കെ ഇവരുമായിട്ട് പ്രവർത്തിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇൻകോയിസിനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ കൂടി ഷെയർ ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.